OR ഗേറ്റ്. ഇപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ ഈ ഒന്നാമത്തെ പോസിറ്റീവ്, ഈ ലൈൻ മുഴുവൻ പോസിറ്റീവ്, ഈ ലൈൻ മുഴുവൻ നെഗറ്റീവ്. ഇപ്പോൾ പോസിറ്റീവ് ഇതിൽ കൂടെ കയറി ഈ റെഡ് ലൈനിൽ കൂടെ വന്ന് ഇതിൻ്റെ കോയിൽ ലൈൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗ്രൗണ്ടിലേക്ക് പോയി. ഇതും രണ്ടാമത്തെ അങ്ങനെ തന്നെ പോസിറ്റീവ് ഇതിലൂടെ കയറി ഇതിൽ കൂടെ ഇറങ്ങി ഈ റിലേയുടെ കോയിലിലേക്ക് കയറി ഈ റിലേയുടെ കോയിലിൽ നിന്ന് ഇറങ്ങിയത് ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പോൾ രണ്ടും ഈ ഭാഗം രണ്ടും ചെയ്തു, ഇതൊന്നും രണ്ടും ചെയ്തു. ഇത് സ്വിച്ച് 1, ഇത് സ്വിച്ച് 2. അതാണ് സ്വിച്ച് 1, സ്വിച്ച് 2. ഇനി വേണ്ടത് ഇതിൽ നമുക്ക് 4 ലൈനുണ്ട്. 1, 2, 3, 4 ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇത് R1ൻ്റെ കണക്ഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറയാം R1ൻ്റെ 3ലാണ് വരുന്നതെന്നും R2ൻ്റെ 4ലാണ് വരുന്നതെന്നും പറയാം. ഇത് 4ആണെങ്കിൽ ഇത് NO ആണ് 4 വരുന്നത്, ഇതും NO ആണ് 4 വരുന്നത്. രണ്ട് നോർമലി ഓപ്പൺ ആണ്, ഉണ്ട് ഗ്യാപ്പ് ഉള്ളതാണ്, രണ്ട് നോർമലി ഓപ്പൺ. ഇനി ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വേണ്ടത് ആദ്യം കോമൺ NO ആണ്. കോമൺ NO എടുത്തിട്ട് ഒരു ബൾബിലേക്ക്. അപ്പോൾ ഇത് കോമൺ, ഒന്നാമത്തെ റിലേയുടെ കോമൺ എടുത്തിട്ട് പോസിറ്റീവിലേക്ക് കൊടുത്തു. അതിൻ്റെ NO എന്ന് വെച്ചാൽ തൊട്ടടുത്തിരിക്കുന്നതാണ്. NO എടുത്തിട്ട് ബൾബിലേക്ക് കൊടുക്കുക. ബൾബ് അതിൽ കുത്തിയിട്ട് ബൾബ് ഗ്രൗണ്ടിലേക്ക് കുത്താം. ഇതിന് ശേഷം അപ്പോൾ ഈ ലൈൻ കണക്ഷൻ കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ കോമൺ NO എടുത്തിട്ട് ഇതിൻ്റെ NOയിലേക്ക് പോകണ്ടേ, രണ്ടാമത്തെ NO. അപ്പോൾ ഇതിൻ്റെ NO, ഇതിൻ്റെ കോമൺ എടുത്തിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ കോമൺ 4 പോസിറ്റീവിലേക്ക് തന്നെ. അപ്പോൾ കോമൺ ആയിട്ട് വന്നിട്ടുള്ള സാധനം എടുത്തിട്ട് പോസിറ്റീവിലേക്ക് കൊടുത്തു. പോസിറ്റീവ് ഏറ്റവും മുകളിലത്തെ ലൈനിലാണ് പോസിറ്റീവ്. അതും ആദ്യത്തെ പകുതി വരുള്ളൂ, ഈ പകുതിയിലേക്ക് കിട്ടില്ല. അത് കാരണം കൊണ്ട് ഇത്തരത്തിൽ നിർത്തണം. അതിനുശേഷം ഇതിൻ്റെ കോമണും തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. ആ ബൾബിൻ്റെ ഇതിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, കോമൺ അല്ല NO. ഈ NO തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ NO എടുത്തിട്ട് ഈ ബൾബ് വന്ന സ്ഥലത്തേക്ക്, ബൾബ് വന്നത് ഈ ഗ്രേ കളറ് വയറിലേക്ക് വന്നിരിക്കുന്നത്, അത് ഇതിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കഴിഞ്ഞു, OR ഗേറ്റിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, സ്വിച്ച് ഓൺ ആക്കി. ഒന്നാമത്തെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തി, കണ്ടോ? അതായത് രണ്ട് ഓഫ് ആയിരിക്കുമ്പോൾ ഓഫ്, ഒരു സ്വിച്ച് ഓൺ ആക്കി. ഓക്കെ, ഈ സ്വിച്ച് ഇതാണ് ഞാൻ ഈ കണ്ടീഷൻ ഇപ്പോൾ എടുത്തത്. ഇത് ശരിക്കും നേരെ മുകളിൽ വയ്ക്കേണ്ടിരുന്നു, എഴുതിയത് മാറിപ്പോയി. ഓൺ ഓഫ്, ഒന്നാമത്തെ സ്വിച്ച് അല്ല, ഈ സ്വിച്ച് ഓൺ ആക്കി, ഒന്നാമത്തെ സ്വിച്ച് ഓൺ ആക്കി, രണ്ടാമത്തെ സ്വിച്ച് ഓൺ ആക്കി. രണ്ടാമത്തെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് കത്തി. പിന്നെ ഇപ്പുറത്തെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാലും ലൈറ്റ് കത്തും. ഇപ്പോൾ രണ്ടാമത്തെ റിലേ വർക്ക് ചെയ്ത് ഇത് കത്തും. ഈ രണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തും. വേണ്ട, ഇതാണ് കണ്ടീഷൻ. അത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്വിച്ച് ഓൺ ആക്കുന്നു, അപ്പോൾ ഈ റിലേ പിടിക്കുമ്പോൾ ഈ കോണ്ടാക്റ്റ് ചേഞ്ച് ഓവർ ആവും. നോർമലി ഓപ്പൺ എന്നുണ്ടായിരുന്ന സാധനം അല്ല, നോർമലി ക്ലോസിലിരുന്ന സാധനം ഇത് ഓപ്പണിലേക്ക് കോണ്ടാക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ഈ ലൈറ്റ് കത്തും. രണ്ടാമത്തെ അപ്പോൾ ഇത് ഓപ്പൺ ആയിരിക്കും, എന്നാലും ഈ വഴി കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ കണ്ടീഷനിലും ഇതിൽ കൂടെ ഈ രണ്ടാമത്തെ റിലേ എനർജീസ് ആകുമ്പോൾ ഈ കോണ്ടാക്റ്റ് ക്ലോസ് ആവും. അപ്പോൾ ഇതുവഴി ലൈറ്റ് കത്തും. രണ്ടും കത്തിയാലും രണ്ട് വഴിക്ക് കത്തും. OR ഗേറ്റ് എന്ന് വെച്ചാൽ രണ്ട് വഴിയുണ്ട്. ഇതിൽ കൂടെയും കറണ്ടിന് പോകാം, ഇതിലൂടെയും കറണ്ട് ഒഴുകാം. രണ്ട് വഴിക്ക് ഇതിൽ കൂടെ പോകാൻ വഴിയുണ്ട്. പക്ഷേ ഇതിൽ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ഒറ്റ വഴിക്കുള്ളൂ. ഏതെങ്കിലും ഒരു വഴി അടഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി ബ്രേക്കായി കഴിഞ്ഞാൽ ഈ ബൾബ് കത്തൂല. ഓറിലാണെങ്കിൽ രണ്ടും ഉണ്ട്. ഇനി നാൻഡ് ഗേറ്റ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഇരിക്കുന്നത്. ഡീമോർഗൻസ് ലോ വെച്ചിട്ട് നോക്കുമ്പോൾ വയ്ക്കുമ്പോൾ A×B ഹോൾ ബാർ. A×B വെച്ചാൽ ആൻഡ്, അതിൻ്റെ ബാർ നാൻഡ്. അതെന്ന് വെച്ചാൽ A ബാർ പ്ലസ് B ബാറാണ്. അപ്പോൾ ഇത് A ബാർ, ഇതാണ് ബാറിൻ്റെ ലൈൻ ഇങ്ങനെയാണ് വരുന്നത്, ബാറുള്ളത് ഇങ്ങനെ കട്ടിങ് ഉള്ളത്. അതിന് NCയാണ് ബാർ വരുന്നത്. A ബാർ പ്ലസ് B ബാർ, പ്ലസ് ആണെങ്കിൽ സൈഡിൽ കൂടെ വന്ന് ചേരുന്നതാണ് പ്ലസ് B ബാർ. ഈ വഴി കൂടി വരാം, ഈ വഴി കൂടി വരാം. ഓറാണ് വന്നത്, ഈ വഴി ഓർ ഈ വഴി, എന്നിട്ട് ഇതിലേക്ക് കണക്ഷൻ വരും. അപ്പോൾ ഇത് രണ്ടും NO മാറ്റിയിട്ട് NC ആക്കണം. അപ്പോൾ ഇതിനെങ്കിൽ ഈ NO ഇരുന്ന അതേ സാധനം തന്നെ മാറ്റി NCയിലേക്ക് കൊടുത്താൽ മതി. NO മാറ്റി NCയിലേക്ക് കൊടുത്താൽ ഈ കണ്ടീഷൻ നമുക്ക് നാൻഡ് ഗേറ്റിൻ്റെ കണ്ടീഷൻ കിട്ടും. ഇതേപോലെ ഇതിലെ NO മാറ്റിയിട്ട്
എന്നെ മാറ്റി NC കൊടുത്താൽ നാൻഡ് ഗേറ്റിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് 0 ആയിരിക്കുമ്പോൾ ഓണ്, ഇനി ഏതെങ്കിലും ഒന്ന് ഓണായി കഴിഞ്ഞാലും ഓണായിരിക്കും. ഇതിലേതൊരു കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് രണ്ടും കോമൺ, ഒരെണ്ണം വിട്ടുപോയി, അതാണ് സോറി. ഇതിൽ തന്നെ കണക്ഷൻ കൊടുത്തു, കോമൺ അതേപോലെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഒരെണ്ണം ഓണാക്കി കുഴപ്പമില്ല, രണ്ടാമത്തെ ഓണാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ രണ്ടും കൂടി ഓണാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ഓഫായി പോകും. വേണ്ട, രണ്ടും കൂടി ഓണാക്കുമ്പോൾ മാത്രമാണ് ഓഫാവുക ഈ കണ്ടീഷൻ. ഇതിൽ ചെയ്ത് വേണ്ട, ഇതിൽ ഇത് NC ആണ്, ഇത് കോമൺ ആണ്. ഒന്നാമത്തെ ഇത് കോമൺ 2, രണ്ടാമത്തെ ഇത് രണ്ടും കൂടി വെച്ച് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ട്രൂത്ത് ടേബിൾ കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ലാച്ച്, അത് അടുത്ത ഇതിൽ ചെയ്യും.